ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി മന്തിയാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവായിട്ടുള്ള അടിപൊളി മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ചിക്കൻ മാഗി ക്യൂബും 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇതിൻ്റെ കൂടെ ഡ്രൈ ലെമൺ കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഓയിൽ മാറ്റി വെക്കുക. പിന്നെ 3 കപ്പ് ബസ്മതി റൈസ്, ലോങ് റൈസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ കുതിർത്താൻ വെക്കുക. അരി തിളപ്പിക്കാൻ വെള്ളം വെച്ച് അതിലേക്ക് 2 പട്ട, ഗ്രാമ്പൂ, കുറച്ച് ഏലക്കായി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ഡ്രൈ ലെമൺ കട്ട് ചെയ്തത്, ഇത് കുറച്ച് സൺഫ്ലവർ ഓയിൽ അരി ഒട്ടിപ്പിടിക്കാൻ. എന്നിട്ട് നമ്മുടെ റൈസ് നന്നായിട്ട് വേവിച്ചെടുക്കുക. റൈസ് നന്നായിട്ട് വേവ് തന്നെ വേണം, എന്നെങ്കിലാണ് നമ്മുടെ അരി നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. പിന്നെ നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ ഇളക്കി വേവിക്കേണ്ടതാണ്. പിന്നെ ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞളും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ കലക്കി നമ്മുടെ ചോറിന് മുകളിലായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ചോറ് ഊറ്റി വെച്ച് നമ്മുടെ ചിക്കന് മുകളിലായിട്ട് 2 ലെയറായിട്ട് ചോറും, അതുപോലെ ഓരോ ലെയറിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച ഓയിലും മഞ്ഞളും ഒഴിച്ചു കൊടുക്കണം. പിന്നെ 4-5 പച്ചമുളകും, നമ്മുടെ സ്മോക്ക്ഡ് കരിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് പുക വരെ. പെട്ടെന്ന് ചോറിൽ ഇറക്കി വെച്ച് ഫോയിൽ വെച്ച് കവർ ചെയ്ത് ചെറിയ ഫ്ലെയിമാക്കി ദമ്മിലിടുക. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റും വളരെ ഈസിയുമാണ്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.